ശബരിമലയിലെ ആ സ്വർണക്കളവിനെ കുറിച്ച് പുതിയ വല്ല സൂചനകളും നിനക്ക് ലഭിച്ചോ? ഇന്ന് പുതിയ അറിവൊന്നുമില്ല പിതാവേ. മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വാർത്തകളുടെ തിരക്കിലുമാണ്. എല്ലിൻ കഷ്ണം കിട്ടിയ ശ്വാനനെ പോലെയാണ് മാധ്യമങ്ങൾ മകനെ. പുതിയത് കിട്ടിയാൽ അവർ പഴയതെല്ലാം മറക്കും. തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അരുണധ്വജ പാർട്ടി ഇപ്പോൾ ജനങ്ങളുടെ വീടുകൾ തോറും സന്നദർശനം നടത്തുന്നുണ്ട് പിതാവേ. എന്റെ തിരുമുറ്റത്തെ സ്വർണ്ണക്കവർച്ചയെക്കുറിച്ച് ജനങ്ങൾ എന്ത് ചോദിച്ചാലും സംയമനം പാലിക്കാനാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ആരെങ്കിലും അവരെ വിമർശിച്ചാൽ അവരുടെ പിതൃക്കൾക്കും പിതൃക്കളുടെ പിതൃക്കൾക്കും വിളിക്കുന്ന അവരെ കൊണ്ട് അതിന് സാധിക്കുമോ? പിതാവേ, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പോലും ഇല്ലാത്ത ഭാവങ്ങളാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവിടത്തെ പാർട്ടിക്കാരാടുന്നത്. സത്യമാണ് മകനെ, ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അധികാരത്തിനായി ഇവർ കെട്ടിയാടുന്ന വേഷങ്ങൾ വിചിത്രം തന്നെ. പുത്ര, സ്വർണക്കൊള്ള കേസ് ദിനങ്ങൾ കഴിയുന്തോറും കൂടുതൽ ആൾക്കാർ പിടിയിലാവുകയാണല്ലോ. ഇപ്പോഴാണേൽ മേൽശാന്തിയും പിടിയിലായി. എന്റെ പ്രധാന സേവകനായിരുന്ന മേൽശാന്തി കൂടി പിടിയിലായതോടെ മടുത്തു പിതാവേ. ഞാൻ ഈ ദേശം വിട്ടു പോയാലോ എന്ന് ആലോചിക്കുകയാണ്. നിന്നെ കാത്തിരിക്കുന്ന ഭക്തർക്കായി ഈ മകരവിളക്ക് നാളിൽ അനുഗ്രഹദായകനായി നീ അവിടെയുണ്ടാകണം. അറിയുന്നു ഞാൻ. കുറച്ച് ഭക്തരുടെ ഭക്തിയും പ്രാർത്ഥനയും. അവരെ അനുഗ്രഹിക്കാൻ ഈ മകരവിളക്ക് നാളിൽ ഞാൻ അവിടെ ഉണ്ടാകും. സ്വാമി